ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീനൽ മുഅ്തദീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറുസുലിഹി നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, നിഅമത്തുകളും ബർക്കത്തുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സമയത്തും അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമുക്ക് വേണ്ട സംരക്ഷണങ്ങളും അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്ന, ബിസിനസ് രംഗത്ത് തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലൊക്കെ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവേ, നീ ഖൈറും ബർക്കത്തും നൽകുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ആമീൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ ബഖറയുടെ 16 ആയത്ത് വരെ നമ്മൾ വായിച്ചു. 16 ആയത്ത് ഓർക്കുന്നുണ്ടാകും. ഉലൈകല്ലദീന ഇശ്തറവുദ്ദലാലത ബിൽഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. മനസ്സിലാക്കിയതെന്ന് ആവർത്തിച്ച് പറയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. കപടവിശ്വാസികളെക്കുറിച്ച്. അവരാരാണ്? ദലാലത്തിനെ വാങ്ങിയവരാണ്. ദലാലത്ത് വാങ്ങാൻ വേണ്ടി അവർ വിനിയോഗിച്ചത് ഹുദയാണ്. അവ ഏറ്റവും അമൂല്യമായ, എത്രയാണതിൻ്റെ മൂല്യം എന്നുള്ളത് കണക്കാക്കാൻ കഴിയില്ല. അത്രമേൽ വിലപിടിപ്പുള്ള ഒന്ന് വിറ്റൊഴിവാക്കിയിട്ട് ഒട്ടും വിലയില്ലാത്ത, എന്നാൽ ഒരാൾക്കും ആവശ്യമില്ലാത്ത ആ ദലാലത്തിനെയാണ്, വഴികേടിനെയാണ് അവർ വാങ്ങിയത്. അവർക്കുടെ കയ്യിൽ അമൂല്യമായത് ഉണ്ടായിരുന്നത് ഹുദയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അങ്ങനെ ചെയ്ത ഈ കപടവിശ്വാസികൾക്ക് അവരുടെ കാര്യത്തിൽ പറഞ്ഞു, അവർ ലക്ഷ്യം നേടിയിട്ടില്ല. വമാ കാനൂ മുഹ്തദീൻ, അവർ ലക്ഷ്യം നേടുന്നവരുമല്ല. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായിട്ടില്ല, ലക്ഷ്യത്തിലേക്ക് അവരെത്തുകയുമില്ല എന്ന് പറഞ്ഞു. ഈ ആയത്തിലാണ് ഇപ്പം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചു വെച്ചത്. അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ശരികേടുണ്ട്. വായിച്ചു വെച്ചത്, കാരണം വായന അവസാനിക്കുന്നില്ല, വീണ്ടും വായിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള ആയത്തുകളിലേക്ക് നമുക്ക് വരാം. നോക്കാം. ആ സ്ക്രീനിൽ കാണട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. صم بكم عمي فهم لا يرجعون. أو كصيب من السماء فيه ظلمات ورعد وبرق
يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. ഈ ആയത്തുകളാണ് നമ്മളൊന്ന് വായിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഇതിൽ ഒന്നാമത്തെ വചനത്തിലേക്ക് നേർക്കുനേരെ പോവാണ്. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറഹ ഫലമ്മാ അദാഅത് മാ ഹൗലഹ ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അതിൽ വന്നിട്ടുള്ള വാക്കുകൾ ഇസ്തൗഖദ, ഔഖദ, ഇസ്തൗഖദ. അത് രണ്ട് പാറ്റേണുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഔഖദ പറഞ്ഞാൽ കത്തിച്ചു, ഇസ്തൗഖദ എന്ന് പറഞ്ഞാലും ആ സമാനമായ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇസ്തൗഖദ ആണൊരു വാക്ക്. ഇസ്തൗഖദ എന്ന വാക്ക് ആയത്തിൽ അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊന്ന് അദാഅയാണ്. അദാഅ, ബൗ എന്നുള്ള വാക്ക് നമുക്ക് അറിയണതാണ്. ബൗ എന്ന് പറഞ്ഞാൽ നൂർ എന്നതിന് സമാനമായിട്ട് വരും, ചെറിയ വ്യത്യാസമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അദാഅ എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു, പ്രകാശമുള്ളതായി. ബൗഉൻ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. ബൗഉൻ, നൂറുൻ എന്നാണ് അർത്ഥം. ഹൗല, ചുറ്റും, പരിസരം. ഹൗലുൻ എന്ന് പറഞ്ഞാൽ പരിസരം, ഹൗല ചുറ്റും എന്നൊക്കെ അർത്ഥം. പിന്നെ തറക്ക സാധാരണ കേട്ട് പരിചയമുള്ളൊരു വാക്ക് തന്നെയാണ്, ഉപേക്ഷിക്കുക എന്നർത്ഥം. വിട്ടുകളയുക, ഉപേക്ഷിക്കുക. പിന്നെ അതിൽ വന്ന മറ്റൊരു വാക്കാണ് ലുലുമത്തുൻ. അതിൻ്റെ ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ട്, ലുലുമാത്ത്, ഫീ ലുലുമാത്തിൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ഇരുട്ടുകൾ എന്നർത്ഥം. പിന്നെ അബുസ്വറയാണ് അർത്ഥം വാക്ക്, അബുസ്വറ. ലാ യുബ്സിറൂൻ എന്നുള്ളതിലെ അബുസ്വറയാണ് പാസ്റ്റ് ടെൻസ്, അതിൻ്റെ പ്രസന്റ് യുബ്സിറു, ആ പ്രസന്റ് ടെൻസിന്റെ ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, യുബ്സിറൂൻ. അബുസ്വറ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് കാണലാണ്. കണ്ണ് തുറന്ന് കാണുക പറയുമ്പോൾ അകക്കണ്ണ് കൂടി തുറക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ തുറന്ന് കാണുന്നതിനാണ് അബുസ്വറ എന്ന വാക്ക്. ബസ്വീറത്ത് എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, ഉൾക്കാഴ്ചക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഉദ്ഉ ഇലാ റബ്ബിക, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പിന്നെ ബിൽ ബസ്വീറ, വേറെ ആയത്തിൽ ബസ്വീറത്ത് എന്നുള്ള പ്രയോഗിക്കുന്നുണ്ട്, ഓർമ്മയിൽ വരുന്നില്ല. ഏതാവട്ടെ ബസ്വീറത്ത്, ഉൾക്കാഴ്ച. അവ ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിലേക്ക് വിളിക്കാൻ വേണ്ടിയൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇരിക്കട്ടെ, ഉൾക്കാഴ്ചയാകുന്നു ബസ്വീറത്ത്. അബുസ്വറ എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് കണ്ടു എന്നർത്ഥം, അകക്കണ്ണ് തുറന്ന് കണ്ടു എന്നർത്ഥം. ആ ആയത്തിലേക്ക് പോകാം. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറാ. മസലുഹും, അവരുടെ ഉപമ. ആരുടെ ഉപമയാ പറയണത്? കപടവിശ്വാസികളെ കുറിച്ച്. അപ്പോൾ ആ കപടവിശ്വാസികളെ കുറിച്ചാണ് ഈ ആയത്തുകൾ വരുന്നത് മുഴുവനും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മദീനയിലെ ജൂതന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് ആ ആളുകളെ കുറിച്ചുമാണ് എന്നതിന് ഒരു വിശദീകരണമുണ്ട്, അതിലേക്ക് നമുക്ക് വരാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കൂടി അവിടെ ഉണ്ട്. കപടവിശ്വാസികൾ എന്നുള്ള നിലക്ക് ജൂതന്മാരിൽ നിന്ന് വിശ്വാസികളായിക്കൊണ്ട് കാപട്യത്തിന്റെ മാർഗം തിരഞ്ഞെടുത്ത ആൾക്കാരൊക്കെ അടക്കം. അപ്പോൾ മസലുഹും, അവരുടെ ഉപമ. കമസലി, ഉപമ പോലെയാണ്. മസലുഹും കമസലി, അവരുടെ ഉപമ പോലെയാണ്. ഏതാണ് ഉപമ പോലെ എന്ന് പറഞ്ഞത്? ആരുടെ ഉപമ പോലെയാണ്? അല്ലദി ഇസ്തൗഖദ നാറാ, അല്ലദി ഇസ്തൗഖദ നാറൻ, തീ കത്തിച്ചവനാരോ അവന്റെ ഉപമ പോലെ. ഇസ്തൗഖദ, കത്തിച്ചു എന്നർത്ഥം. ഇസ്തൗഖദ നാറൻ,
തീയിനെ കത്തിച്ചു. അപ്പൊ തീയിനെ കത്തിച്ചവനായ ആളുടെ ഉപമ പോലെയാകുന്നു അവരുടെ ഉപമ. അപ്പൊ ആ തീ കത്തിച്ച ആള് വല്ല കുറ്റം ചെയ്തതോ? അല്ല, അയാള് തീ കത്തിച്ചു. തീ കത്തിച്ചപ്പോ എന്തുണ്ടായി? ഫലമ്മ അദ്വാഅത് മാ ഹൗലഹു, അദ്വാഅ പ്രകാശിച്ചു, അദ്വാഅത് മാ ഹൗലഹു അദ്ദേഹത്തിന്റെ ആ പരിസരത്തിന്റെ ചുറ്റും, ആ ഭാഗം മുഴുവനും, അതിന്റെ ചുറ്റും, ആ തീയിന്റെ ചുറ്റും, ഹൗലഹു അതിന്റെ ചുറ്റും അതങ്ങോട്ട് പ്രകാശിച്ചപ്പോൾ, വെളിച്ചം പരത്തിയപ്പോൾ, ആ വെളിച്ചം പരത്തി, പ്രകാശിച്ചു, വെളിച്ചം പരത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ദഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശത്തെ, അവർക്ക് കിട്ടിയിട്ടുള്ള ആ പ്രകാശത്തെ അള്ളാഹു എടുത്തുകൊണ്ടുപോയി, അള്ളാഹു കെടുത്തിക്കളഞ്ഞു. ദഹബ എന്ന വാക്കിനോട് അർത്ഥം ഇല്ലാതെയാക്കി എന്നർത്ഥം. ദഹബക്ക് പോയി എന്ന അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ പിന്നെ പ്രകാശം പോയി എന്നർത്ഥത്തിലാണ്. ആ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കി കളഞ്ഞു, പോക്കിക്കളഞ്ഞു. ദഹബല്ലാഹു ബിനൂരിഹിം, അവരുടെ പ്രകാശത്തെ അള്ളാഹു കെടുത്തിക്കളഞ്ഞു. ദഹബല്ലാഹു, അള്ളാഹു കെടുത്തിക്കളഞ്ഞു എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് വരാം. വതറകഹും, അവരെ വിട്ടേച്ച് കളഞ്ഞു, അവരെ ഉപേക്ഷിച്ചു. തറക്ക ഉപേക്ഷിച്ചു. വതറകഹും, അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഫീ ളുലുമാത്തിൻ, അന്ധകാരങ്ങളിൽ, ഇരുട്ടുകളിൽ. ളുലുമാത്ത്, ളുലുമത്തുൻ, ളുലുമാത്തുൻ, ഇരുട്ടുകൾ, ഇരുട്ടുകളിൽ അവരെ വിട്ടേച്ചു കളഞ്ഞു, അന്ധകാരങ്ങളിൽ അവരെ വിട്ടേച്ചു കളഞ്ഞു. ലാ യുബ്സിറൂൻ, അകം തുറന്ന് ഒന്നും കാണാൻ പറ്റാത്ത വണ്ണം ഇരുട്ടുകളിൽ അവരെ വിട്ടേക്കുകയും ചെയ്തു, ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കപടവിശ്വാസികളുടെ ഒരു ഉപമ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. സാധാരണ എന്തിനാണ് ഉപമ പ്രയോഗിക്കാറുള്ളത്, ഉദാഹരണം പറയാറുള്ളത്? പഠിപ്പിക്കുന്ന ആളുകളൊക്കെ, ചില അധ്യാപകരൊക്കെ ചില ഉപമകളൊക്കെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഉപമകൾ ധാരാളമായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊതുകിനെ പോലും ഉപമിച്ചിട്ടുണ്ടല്ലോ, എട്ടുകാലിയെ ഉപമിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിലെ ഉപമകൾ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠ്യ വിഷയം തന്നെയാണ്. അതുമാത്രം പഠിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള പുസ്തകങ്ങൾ വരെ കാണാൻ സാധിക്കും. ഖുർആനിന്റെ ഉപമകൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഉണ്ട്, ഖുർആനിന്റെ ഉപമകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉപമ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് ഉദാഹരണ സഹിതം വ്യക്തമാക്കലാണ്. ഇവിടെ മസലുഹും എന്ന് പറഞ്ഞിട്ട് പിന്നെ ക മസലി, ക എന്നുള്ള വാക്കും ഈ ഉദാഹരിക്കാൻ വേണ്ടി പറയുന്ന വാക്ക് തന്നെയാണ്. പോലെ എന്ന് പറയാന്, പോലെ, ക, പോലെ എന്നർത്ഥം. അപ്പോ ഉദാഹരിക്കാൻ വേണ്ടി ക എന്നുള്ള വാക്ക് ഉപയോഗിക്കും. സാധാരണ കൽ അസദി, സിംഹത്തെ പോലെ എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിലുള്ള വാക്കുകൾക്ക് ഉപയോഗിക്കാൻ, ഏതെങ്കിലും പെട്ടെന്ന് ഒന്നിനെപ്പോലെ ഒന്നിലേക്ക് ഉപമിച്ച് പറയാൻ വേണ്ടിക്കൊണ്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ക എന്നുള്ള വാക്കാണ്. എന്നാൽ മസൽ എന്നുള്ള വാക്ക് അവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപമക്ക് കുറച്ചുകൂടി അതിൻ്റെ ആഴവും പരപ്പും ഗാംഭീര്യവും ഒക്കെ ഒന്ന് വർദ്ധിക്കും. അത്രമേൽ ആലോചനക്ക് വിധേയമാക്കേണ്ട ഉപമയായിരിക്കും അങ്ങനെ വരുമ്പോൾ. ഇവിടെ ആവട്ടെ ആ രണ്ട് വാക്കും വന്നും ചെയ്തു. നിങ്ങൾ നോക്കി, മസലുഹും ക മസലി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന ക എന്നുള്ള വാക്കും ഉദാഹരണം പറയാൻ വേണ്ടിക്കൊണ്ട് അവനെപ്പോലെ, അതുപോലെ എന്നൊക്കെ പറയാൻ വേണ്ടിക്കൊണ്ട് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതോടൊപ്പം ഉപമക്ക് വേണ്ടി, ഉദാഹരിക്കാൻ വേണ്ടിക്കൊണ്ട് കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയാറുള്ള മസൽ എന്നുള്ള ആ വാക്കും ഈ വിഷയത്തിൽ ഉപമക്ക് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. രണ്ടുകൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറേയേറെ ചിന്തോദ്ദീപകമായിരിക്കും ആ ഉപമ, ചിന്തനീയമായിരിക്കും ആ ഉപമ. കുറേ പഠിച്ചതിനപ്പുറം വീണ്ടും പഠിക്കാനിരിക്കുന്നുണ്ടാകും ആ ഉപമയിൽ. ഏതാവട്ടെ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ആയത്തിന്റെ ഉപമയെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. മസലുഹും ക മസലി, ആ ഉപമ ഏതുപോലെയാണെന്ന്. അല്ലദിസ്തൗഖദ നാറ, തീ കത്തിച്ചവനെ പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്തൊരു വാക്ക് എന്താണെന്നറിയോ? ഫലമ്മ അദാഅത് മാ ഹൗലഹു, അതിന്റെ ചുറ്റും, ആ തീ കത്തിച്ചിട്ട് ആ തീയിന്റെ ചുറ്റും പ്രകാശിതമായപ്പോൾ, പ്രകാശം പരന്നപ്പോൾ, പരത്തിയപ്പോൾ, പ്രകാശം പരത്തി.
അങ്ങനെ പ്രകാശം പരത്തിയപ്പോൾ പിന്നെ സംഭവിച്ചതാണ്. അവിടെ സംഭവിച്ചതിലേക്ക് വരാം. നമ്മൾ വായിച്ചു അത്. ഇവിടെ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാനത് വായിച്ചത്. അബാ എന്നുള്ള വാക്ക്, അബാ എന്നുള്ള വാക്ക് നവ്വറ സമാനമായ അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന വാക്കാണ്. പ്രകാശിതമായി, നൂറിൽ നിന്നാണ് നവ്വറ വന്നിട്ടുള്ളത്. ബൗഇൽ നിന്ന് അബാ എന്നുള്ള വാക്കും ബൗ. പക്ഷെ ബൗവും നൂറും വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യന്റെ പ്രകാശത്തെക്കുറിച്ച് ഉപയോഗിച്ചപ്പോൾ ബൗ എന്നുള്ള വാക്കും ചന്ദ്രപ്രകാശത്തെക്കുറിച്ച്, ചന്ദ്രന്റെ പ്രകാശത്തെക്കുറിച്ച് ഉപയോഗിച്ചപ്പോൾ നൂർ എന്നുള്ള വാക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യൻ സ്വയമേവ പ്രകാശിതമാകുന്ന ഒന്നും ചന്ദ്രൻ സൂര്യപ്രകാശത്താൽ പിന്നെ അതിൻ്റെ പ്രതിബിംബം, പ്രതിധ്വനി കൊണ്ട്, അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രകാശവുമാണ്. ആ ഒരു അർത്ഥവ്യത്യാസം അബാ എന്നുള്ള വാക്കിലും അല്ലെങ്കിൽ ബൗ, നൂർ എന്നിങ്ങനെയുള്ള വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഫലമ്മ അദാഅത് മാ ഹൗലഹു, അയാളുടെ ചുറ്റും പ്രകാശിതമായപ്പോൾ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ പ്രകാശത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹു നൽകിയ പ്രകാശത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ. കാരണം അവരുടെ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീ കത്തിച്ചവന്റെ ഉപമയാണ് പറഞ്ഞിട്ടുള്ളത്. ആ തീ കത്തിച്ചവൻ വേറെ ആരുമല്ല, അത് ഒന്നുകിൽ അള്ളാഹു തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഹിദായത്തിന്റെ പ്രകാശമാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഉപമിക്കുന്നത്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ ഹുദ അത് എത്തിച്ചു തരാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് അർത്ഥകൽപ്പനയും വരാൻ സാധ്യതയുള്ള ഒന്നാകുന്നു അത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ആ പ്രകാശത്തിന് സ്വയം തന്നെ പ്രഭ ചൊരിയാനുള്ള കെൽപ്പുണ്ട്. അങ്ങനെ അത് ആ തീ കത്തിച്ചതോടുകൂടി അതിൻ്റെ ചുറ്റും പ്രകാശിച്ചപ്പോൾ ദഹബല്ലാഹു ബിനൂരിഹിം, അവരാ പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ അവരിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കപടവിശ്വാസികൾക്ക് അവരിലേക്ക് അതിന്റെ പ്രതിധ്വനിയും പ്രതിബിംബം അവരിലേക്ക് ഇങ്ങനെ അതിനെ പ്രതിബിംബിക്കുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രകാശത്തെ സ്വയമേവ പ്രകാശിച്ച ആ പ്രകാശത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നൂറിനെ സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലേക്ക് വന്നിട്ടുള്ള റിഫ്ലക്റ്റ് ചെയ്തെത്തിയിട്ടുള്ള നൂറില്ലേ, ആ നൂർ അള്ളാഹു കെടുത്തിക്കളഞ്ഞു. അള്ളാഹു അതാണ്ട് കൊണ്ടുപോയി. കാരണം എന്താ? വേറൊന്നുമല്ല, ബൗ അവർക്ക് ചുറ്റും പരന്നിട്ടുണ്ട്. ആ ബൗഇന്റെ മഹത്വം എന്താ നോക്കണം നമ്മള്. ആ ബൗഇന്റെ മഹത്വം അത് ഹിദായത്തിന്റെ പ്രഭയാണ്. ആ ഹിദായത്തിന്റെ പ്രഭ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ കൊളുത്തി വെച്ചത്, പിന്നെ പ്രസരിപ്പിച്ചപ്പോൾ അതിന് തന്നെയും അതിശക്തമായ എല്ലാം ഏറ്റെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകാശം അതിനുണ്ട്. പക്ഷേ ആ പ്രകാശത്തെ വേണ്ടവണ്ണം അവരിൽ പ്രതിബിംബിച്ചിട്ട് അതിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവരിലേക്ക് അത് എത്തിയിട്ടുണ്ട്, ആ പ്രതിധ്വനി അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റിഫ്ലക്ഷൻ അവരിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് അവർ സ്വീകരിക്കാൻ തയ്യാറായി പോയപ്പോൾ അത് അള്ളാഹു അങ്ങോട്ട് കെടുത്തിക്കളഞ്ഞു. കെട്ടുപോയപ്പോഴോ അവർ തയ്യാറാകാത്തോണ്ടാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. അതാണ് അതിന് ഇനി വേറെ വിശദീകരണം വേണ്ട. അള്ളാഹു കെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഹിദായത്തിന് അള്ളാഹിനെ എടുത്തു മാറ്റിയോ, അവർ സ്വീകരിക്കാത്തത് കൊണ്ട് എന്ന് ആ വാക്കുകളിൽ നിന്ന് അബാ എന്നുള്ള വാക്കും നൂർ എന്നുള്ള വാക്കും വിശകലനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചെറിയ തരത്തിൽ അത് കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വതറകഹും ഫീ ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ, എന്നിട്ട് അവരെ എന്ത് ചെയ്തു? തറക്കഹും, അവരെ വിട്ടേച്ചു കളഞ്ഞു. ഫീ ദുലുമാത്തിൻ, അന്ധകാരങ്ങളിൽ വിട്ടേച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവര് ഉലൈകല്ലദീന ഇശ്തറവു ദ്ദലാലത ബിൽ ഹുദ, ആ പ്രകാശമാകുന്ന ഹുദ അത് അമൂല്യമാണ്, അതിനെ വിറ്റിട്ട് ഒഴിവാക്കിയതാണ് അവര്. ഒട്ടും വില കൽപ്പിക്കാൻ കഴിയാത്ത, ഒട്ടും വിലയില്ലാത്ത ദലാലത്തിനെ വാങ്ങി. ആ ദലാലത്തിനെ വാങ്ങിയതോടുകൂടി അവർക്ക് സംഭവിച്ചതാണ് ഇത്. ആ വിലാലത്തിനെ വാങ്ങിയതിന്റെ ഉപമയാണ് ഈ പറയണത്. അതുകൊണ്ട് തന്നെ
അവർക്ക് സംഭവിച്ചതാണ് വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ. അതിന്റെ ആ സ്വയം പ്രകാശിക്കുന്ന ഹിദായത്തിന്റെ, അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ആ ഹിദായത്തിന്റെ ആ ദൗഇൽ നിന്ന് റിഫ്ലക്ട് ചെയ്തു വരുന്ന നൂർ, ആ നൂറിനെ അവർ സ്വീകരിക്കാതെ പോയപ്പോൾ ആ നൂർ അള്ളാഹു കെടുത്തിക്കളഞ്ഞപ്പോൾ വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ, ഒന്നും കാണാത്ത വണ്ണം ആ ഇരുട്ടുകളിൽ, ആ ദലാലത്തിന്റെ ഇരുട്ടുകളിൽ, വഴികേടിന്റെ, ദുർമാർഗത്തിന്റെ, അസാൻമാർഗികതയുടെ, അധാർമികതയുടെ ഇരുട്ടുകളിൽ അവരെ വിട്ടേച്ച് കളയുകയും ചെയ്തു, ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ആയത്ത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം കൂടിയും പറയാനുണ്ട്. അതെന്താണെന്നറിയോ? അതില് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു പ്രകാശം വരാനുണ്ട് എന്നുള്ളത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ നല്ല അറിവുണ്ടായിരുന്നു, ബോധമുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ മക്കയിൽ നുബുവത്തുമായി കൊണ്ടുവന്നു. അപ്പോ അതിനെക്കുറിച്ച് അറിഞ്ഞ് ജൂതന്മാരും ക്രിസ്ത്യാനികളുണ്ട്. മദീനയിൽ ഹിജ്റ ചെയ്ത് എത്തി. അപ്പോൾ കൂടുതൽ അവർക്ക് അടുത്തറിയാൻ സാധിച്ചു. അവർക്ക് ഈ പ്രവാചകത്വത്തെക്കുറിച്ചും പ്രവാചകനെ കുറിച്ചും അറിയാമായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചത് ഇസ്മായിൽ കുടുംബത്തിൽ നിന്നല്ല വരിക, ഇസ്ഹാക്കിന്റെ കുടുംബത്തിൽ നിന്ന് വരും എന്നവര് വിചാരിച്ചു പോയിരുന്നു. പക്ഷേ ആ പ്രകാശം ഇസ്ഹാക്ക് നബിയുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളിലൂടെയല്ല അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത്, ഇറക്കി കൊടുത്തിട്ടുള്ളത് എന്ന് കണ്ടപ്പോൾ അവർ സ്വീകരിക്കാൻ തക്കതായ നിലക്ക് അവരിൽ പ്രകാശിതമായതിനെ അവർ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു അതിന്റെ പ്രതിധ്വനി കെടുത്തിക്കളയുകയും ചെയ്തു. ആ അർത്ഥത്തിൽ കപടവിശ്വാസികളെ പോലെ തന്നെ ജൂത ക്രിസ്ത്യാനികളെയും ബാധകമാകുന്ന ഒന്നാണ് ഈ ആയത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് അത്രയൊക്കെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ പറഞ്ഞ വിഷയങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. മസല്, കാ ഉള്ള വാക്ക്, അതേപോലെ തന്നെ ബൗഉം നൂറും, അദ്വാഅ, നവ്വറ എന്നുള്ള വാക്ക്, അങ്ങനെയുള്ള വാക്കുകളിൽ ഊന്നിക്കൊണ്ടാണ് അതിനെ നമുക്ക് കൂടുതൽ വിലയിരുത്താനും മനസ്സിലാക്കാനും സാധിക്കുക. വീണ്ടും നമ്മുടെ പഠനങ്ങൾ ഉണ്ടാവട്ടെ. അടുത്ത ആയത്തിലേക്ക് പോകാം. അടുത്ത ആയത്ത് സുമ്മും ബുക്കുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അവിടെ ഓതുമ്പോ സുമ്മും ബുക്കുമുൻ, സുമ്മുൻ എന്നുള്ള തൻവീനിനെ മീമാക്കി മാറ്റണം. സുമ്മുൻ എന്നോതാതെ സുമ്മും, തൻവീൻ മീമാക്കി മാറ്റണം. സുമ്മുൻ എന്നോതാതെ സുമ്മും ബുക്കുമുൻ. അതിന് കാരണം തൻവീനു ശേഷം ബാ വന്നാൽ അങ്ങനെ ചെയ്യണം എന്നാ ഇഖ്ലാബ് എന്ന് പറയും തജ്വീദിന്റെ ഭാഷ. സുമ്മും ബുക്കുമുൻ ഉമ്യുൻ എന്നാ അടുത്തതോ ബുക്കുമുൻ എന്ന് വ്യക്തമായിട്ട് ഓതണം. അപ്പൊ സുമ്മും ബുക്കുമുൻ ഉമ്യുൻ ഫ, പിന്നെ ഉമ്യുൻ ഫ, ഉമ്യുൻ എന്നുള്ള തൻവീനു ശേഷം ഫാ, അവിടെ ഉമ്യുൻ ഫ എന്നുള്ള ഇഖ്ഫാ ചെയ്തിട്ടാണ് ഓതേണ്ടത്. അപ്പൊ 3 ഖിറാഅത്ത് അവിടെ ഉണ്ട്, 3 പിന്നെ നിയമങ്ങളുണ്ട്. ഒന്ന് സുമ്മും ബുക്കുമുൻ, തൻവീനെ മീമാക്കി മാറ്റുക. ബുക്കുമുൻ ഉമ്യുൻ, ബുക്കുമുൻ എന്ന് വെളിവാക്കി ഓതുക. ഉമ്യുൻ ഫ, ആ തൻവീനെ അവിടെ അവ്യക്തമാക്കി ഓതി മണിച്ചോതുക. ലാ യർജിഊൻ, ഫഹും ലാ യർജിഊൻ. ഇനി അർത്ഥത്തിലേക്ക് വരാം. സുമ്മ എന്ന വാക്കിന്റെ അർത്ഥം ബധിരത എന്നാണ്. ബധിരന്മാർ എന്നല്ല വാക്കിന്റെ ശരിയായ അർത്ഥം. പക്ഷേ അത് മലയാളീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഷാ പ്രശ്നം കൊണ്ടാണ് ട്രാൻസ്ലേഷനിൽ ബധിരന്മാർ എന്നുള്ള ആ അർത്ഥകൽപ്പന നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുമ്മുൻ ബധിരതയാണ്, ബുക്കുമുൻ ഊമതയാണ്, മുണ്ടാൻ കഴിയാത്ത അവസ്ഥ, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഉമ്യുൻ എന്ന് പറഞ്ഞാൽ അന്ധതയാണ്. അന്ധന് അഅ്മ എന്നാണല്ലോ പറയാ, അൻജാഅഹുൽ അഅ്മ എന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഉമ്മി അന്ധതയാണ്. റജഅ എന്നുള്ളതാണ് മറ്റൊരു വാക്ക്. ലാ യർജിഊൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അവര് തിരിച്ചു വരികയില്ല, തിരികെ വരിക എന്നാണ്, മടങ്ങി വരിക എന്നാണ് റജഅ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഏതായിട്ട് ആയത്തിലേക്ക് വരാം. സുമ്മും ബുക്കുമുൻ, അവർ ബധിരരാകുന്നു, ഊമകളാകുന്നു, അഥവാ മൂകത ബാധിച്ച, സംസാരശേഷി നഷ്ടപ്പെട്ടവരാകുന്നു, ഒമ്മിയാകുന്നു, അന്ധത ബാധിച്ചവരുമാകുന്നു. ഫഹും ലാ യർജിഊൻ, അതിനാൽ അവർക്ക് സത്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയൂല. ഇനി അവിടെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല, ആയത്ത് വളരെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് തുടർച്ചയായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ ആളുകൾ തീ കത്തിച്ച
ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചപ്പോൾ അവർ ആ ലൗ സ്വീകരിക്കാൻ തയ്യാറായില്ല. അല്ലാഹു ആ നൂറിനെ കൊണ്ടുപോയതോടുകൂടി വഴികേടിൽ അവർ അലഞ്ഞു തിരിയേണ്ടി വന്നു. അവർ ആകെ നട്ടം തിരിയുന്ന അവസ്ഥയിലേക്ക് എത്തി. അവരെ അല്ലാഹു വീണ്ടും പറഞ്ഞു, കണ്ണുണ്ടായിട്ട് കാണാത്ത അവസ്ഥ, സംസാരിക്കാൻ കഴിവുണ്ടായിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, അതേപോലെ തന്നെ കേൾവിശക്തി ഉണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്ത തരത്തിലുള്ള വല്ലാത്ത ഒരു അവസ്ഥ. ഇനി അവർക്ക് തിരിച്ചു വരാൻ പോലും കഴിയാത്ത വണ്ണം വഴികേടിൽ അകപ്പെട്ടു പോയി. തറക്കഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ. ആ അവസ്ഥയെ അള്ളാഹു അവിടെ പറഞ്ഞതാണ് സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ. അവിടെ ഈ ബധിരത, അവിടെ സുമ്മുൻ എന്നുള്ള ആ വാക്ക് തന്നെ പ്രയോഗിച്ചതിൽ നമ്മൾ അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാന്, ഇപ്പോ ആദിൽ എന്ന് എന്തിനു പറയും? നീതിമാന് ആദിൽ എന്ന വാക്ക പറയാ. നീതിക്ക് എന്താ പറയാ? അദ്ലുൻ എന്നാ പറയാ. ചിലപ്പോ പറയാറുണ്ടല്ലോ മലയാള ഭാഷയിൽ തന്നെ, പിന്നെ അവൻ തന്നെ നീതിയാകുന്നു എന്നുള്ള വാക്കും അവൻ നീതിമാനാകുന്നു എന്നുള്ള വാക്കും രണ്ടൊന്ന് വിശകലനം ചെയ്തു നോക്കിയേ. അവൻ നീതിമാനാകുന്നു എന്ന് പറയുമ്പോ അതിനേക്കാളൊക്കെ എത്രയോ ആ നീതിയുടെ വലിയ ഒരു ഉപമയായിക്കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അവൻ തന്നെ നീതിയാകുന്നു എന്ന് പറയുമ്പോൾ, നീതിയുടെ മരമാകുന്നു എന്നതിനേക്കാൾ അവൻ തന്നെ നീതിയാകുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കിന് അതേ ഒരു അവസ്ഥയാണ് ഇവിടെ. അവൻ ബധിരനാകുന്നു എന്ന് പറയാതെ ബധിരതയാകുന്നു അവൻ. അപ്പൊ ആ വാക്കാലോചിച്ച് നോക്കി. പിന്നെ മൂകതയാകുന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടതാകുന്നു അവന്റെ കാര്യം, നഷ്ടപ്പെട്ടവനാകുന്നു എന്നതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ അർത്ഥഗാംഭീര്യം വന്നു അവിടെ. പിന്നെ അന്ധനാകുന്നു എന്ന് പറയാതെ അവൻ അന്ധതയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത്രയും പിന്നെ ശക്തിയോടുകൂടിയാണ് പിന്നെ അള്ളാഹു ഈ വിഷയത്തെ മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവർക്ക് ഈ ആ പ്രകാശം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രകാശം, ഹിദായത്തിന്റെ പ്രകാശം, അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അവർക്കത് വേണ്ടാന്ന് വെച്ചപ്പോൾ അള്ളാഹു അക്കാര്യത്തിൽ അവരോടുള്ള പ്രതിഷേധത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മൾ അക്കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അത് പറഞ്ഞു തരുമ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിട്ടും സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാതെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രം ദീനിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ നിലക്ക് മാത്രം ദീനിനെ നോക്കിക്കണ്ട് കഴിഞ്ഞുകൂടുന്നവരായ ആളുകൾ, അവരെയാണ് ബുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കേൾക്കേണ്ട ഇടങ്ങളിൽ ചെന്ന് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കേണ്ട വിധത്തിൽ കേൾക്കാൻ കൂട്ടാക്കാത്തവണ്ണം ഭദ്രത ബാധിച്ചു. അത്രമേൽ ഭദ്രതയാകുന്നു അവർ എന്ന് അല്ലാഹു പറഞ്ഞു. ഉമ്മി എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, കാണേണ്ട കാര്യങ്ങളെ കാണാൻ കൂട്ടാക്കാതെ അവർക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം അവരുടെ താല്പര്യങ്ങൾക്ക്, മുൻപുള്ള ആയത്തുകളിലൊക്കെ പറഞ്ഞതുപോലെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു വിഭാഗം, അതായിരുന്നു ആര്? ഈ കപടവിശ്വാസികൾ. അത് പറയാനാകുന്നു അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ നമുക്ക് ഈ ഉപമ പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു ആയത്ത് അവസാനിപ്പിച്ചപ്പോ ഫഹും ലാ യർജിഊൻ, ഒരു തിരിച്ചുവരവിന് സാധിക്കാത്തവണ്ണം, സത്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തവണ്ണം അവർ അങ്ങനെയായി പോയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ബൗ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അബാ എന്നുള്ള വാക്ക് നൂർ അവരിലേക്ക് പ്രതിബിംബിച്ചത് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? തിരിച്ചു കൊണ്ടുപോയിട്ടുള്ളൂ. വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സ്വീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ ആ ഹിദായത്ത് അള്ളാഹു തിരിച്ചു പിടിച്ചിട്ടില്ല. അതിൽ നിന്നുള്ള പ്രതിധ്വനിയെ മാത്രം, റിഫ്ലക്ഷനെ മാത്രമേ അള്ളാഹു തിരിച്ചെടുത്തിട്ടുള്ളൂ. അത് വലിയൊരു അനുഗ്രഹമാണ്. വേണമെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് കൊതിച്ചാൽ അവർക്കത് വീണ്ടെടുക്കാൻ സാധിക്കും. പക്ഷേ പ്രതിഷേധം എന്ന വണ്ണം അള്ളാഹു അവരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു തിരിച്ചുവരവിന് അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അതില് അടുത്ത ആയത്തിൽ വന്നിട്ടുള്ള വാക്കുകൾ ഇതൊക്കെയാണ്. ഈ വാക്ക് നമുക്ക് ആയത്ത് വായിക്കുമ്പോൾ തന്നെ പറയാം. നോക്കൂ, 19-ാമത്തെ വചനം. ഔ കസ്വയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്
യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ്സവാഇഖി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. നോക്കാം. ഔ ഇനി അല്ലെങ്കിൽ മറ്റൊരു ഉപമ പിടിച്ചോളൂന്ന. വേറൊരു ഉപമ ഇതാണ്. അതേതാണ്? കസ്വയ്യിബിൻ എന്നാണ് വാക്ക്. സ്വയ്യിബ് അതാണ് സ്വാബ, പേമാരി പെയ്തു, കനത്ത മഴ പെയ്തു എന്നർത്ഥത്തിലാണ്. സ്വാബ യസൂബു. സ്വയ്യിബ് കനത്ത മഴ, പേമാരിക്കാണ് പറയാ. പക്ഷേ സ്വയ്യിബ് നാഫി ആയിരിക്കുന്ന ഉപകാരപ്രദമായ മഴക്കാണ് ആ വാക്ക് പറയുക. നമ്മൾ സൂറത്തു നൂർ വായിച്ചപ്പോൾ ആ മഴവാക്കുകളൊക്കെ ചർച്ച ചെയ്തിട്ടടുത്ത് ഈ വാക്കിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. ഔ കസ്വയ്യിബിൻ, അല്ലെങ്കിൽ സ്വയ്യിബ് പോലെയാണ്, പേമാരി പോലെയാകുന്നു അവരുടെ ഉപമ. ഇനി ഒരു ഉപമ ഇതാ, അടുത്ത ഒരു ഉപമ, അത് സ്വയ്യിബ് പോലെയാണ്, പേമാരി പോലെ. ആ പേമാരി മിനസ്സമ, അന്തരീക്ഷത്തിൽ നിന്ന് പെയ്തതാണ്. സമാ അന്തരീക്ഷം, ആകാശം. സമാ എന്നുള്ള വാക്ക് മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അവിടെ സമാ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാവാത്ത് പറഞ്ഞിട്ടുണ്ടാവൂല. എവിടെ നോക്കിക്കോളൂ നിങ്ങൾ, സമാ എന്നുള്ള വാക്കേ പ്രയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം അത് അന്തരീക്ഷത്തെക്കുറിച്ചും മേഘപാളികളെക്കുറിച്ചുമുള്ള വാക്കായിട്ടാണ് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് എന്ന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഔ കസ്വയ്യിബിൻ മിനസ്സമ, അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന പേമാരി പോലെ. അതാണ് മറ്റൊരു ഉപമ. ആ പേമാരിയെ അള്ളാഹു പറയുമ്പോൾ ഫീഹി, അതിലുണ്ട്, ദുലുമാത്തുൻ, ഇനി പറയേണ്ടതില്ല, ദുലുമാത്തുണ്ട്, ഇരുട്ടുകളുണ്ട്, അന്ധകാരങ്ങളുണ്ട്. വറഅദുൻ, പിന്നെ റഅദുൻ, ഇടിമുഴക്കമുണ്ട്, ഇടിമുഴക്കം. അപ്പൊ കൂരിരുട്ടുണ്ട്, ഇടിമുഴക്കമുണ്ട്. വബർഖുൻ, മിന്നലുണ്ട്. ദാ ആ വാക്കുകളൊക്കെ അവിടെ കാണാൻ പറ്റും. സ്വയ്യിബ് പേമാരി, ദുലുമാത്തുൻ കൂരിരുട്ട്, റഅദുൻ ഇടിനാദം, ഇടിമുഴക്കം, ബർഖുൻ ഇടിമിന്നൽ, ബർഖുൻ ഇടിമിന്നൽ. ഇനി യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ്സവാഇഖി ഹദറൽ മൗത്ത്. നോക്കാം. യജ്അലൂന, അവർ ആക്കുന്നു. ആക്കുന്നു എന്നുള്ളത് ഈ തിരികുക എന്നുള്ള, നമ്മൾ പിന്നെ അങ്ങോട്ട് കുത്തി കയറ്റെന്നൊക്കെ പറയാം നമ്മൾ, അർത്ഥത്തിൽ പ്രയോഗിച്ചതാ. യജ്അലൂന, യജ്അലൂന അവരാക്കുന്നു. അസ്വാബിഅഹും, അവരുടെ വിരലുകൾ. അവിടെയും ആ വാക്ക് അള്ളാഹു എത്രമേൽ പ്രതിഷേധത്തോടു കൂടിയാണ് ഈ കാര്യത്തെ, അവർക്ക് കിട്ടിയ പ്രകാശത്തെ വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് അള്ളാഹു സംസാരിക്കുമ്പോൾ. അപ്പോൾ സാധാരണ പറഞ്ഞു പോകട്ടെ ഞാൻ, അസ്വാബിഅ എന്ന് പറഞ്ഞാൽ വിരലുകൾ എന്ന അർത്ഥം. സാധാരണ കേൾക്കാതിരിക്കാൻ വേണ്ടി വിരലുകൾ കയറ്റി വെക്കാറില്ല, വിരൽത്തുമ്പ് മാത്രമേ വെക്കാറുള്ളൂ. ചെവിയിലേക്ക് വിരൽത്തുമ്പാണ് മറ്റൊരാളുടെ സംസാരം അതിശക്തമായിട്ട് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ വിരലുകളാണ് എന്ത് ചെയ്യുക, വിരലുകളല്ല വിരൽ തുമ്പാണ് എന്ത് ചെയ്യുക, ചെവിക്കുള്ളിലേക്ക് വെക്കുക. വിരൽ തുമ്പിന് അനാമിൽ എന്നുള്ള വാക്കേ പറയുള്ളൂ. അനാമിൽ എന്ന് പറഞ്ഞാൽ മതി, അനാമിൽ വിരൽ തുമ്പിന്. അപ്പോ പക്ഷെ അനാമിൽ എന്നുള്ള വാക്ക് പറയാതെ ഇസ്ബഉ അല്ല അസ്വാബിഅ എന്നുള്ള വിരലിന്റെ ബഹുവചന പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമേൽ സത്യത്തോട് പ്രതിഷേധമുള്ള ഒരു വർഗം അവരാകുന്നു ആര്? ഈ കപടവിശ്വാസികൾ എന്നർത്ഥം. അതുകൊണ്ടാണ് യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം എന്ന് പറഞ്ഞത്. അവരുടെ ഉദ്നുകളിലേക്ക്, ഉദ്ൻ ആദാൻ, ഉദ്നുൻ ആദാനുൻ വാക്കവിടെ ഉണ്ട്. ദാ ഇസ്ബഉൻ അസ്വാബിഉൻ വിരലുകൾ, ഉദ്നുൻ ആദാനുൻ ചെവികൾ. അപ്പൊ യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം അവരുടെ ചെവികളിലേക്ക് അവരുടെ വിരലുകൾ അവർ തിരികെ കയറ്റുന്നു. അതാണ് പ്രയോഗം. എന്നിട്ട് മിനസ്സവാഇഖി, മിനസ്സവാഇഖി അവർക്ക് സഹിക്കാൻ പറ്റണില്ല. സവായിഖ്, സവായിഖ് എന്താണ്? ഇടിമുഴക്കത്താൽ. മിനസ്സവാഇഖി ഇടിമുഴക്കത്താൽ. ദാ സ്വായിഖത്തുൻ ജംഅ സ്വവായിഖുൻ ഇടിനാദം, ഇടിനാദങ്ങൾ, ഇടിമുഴക്കങ്ങൾ. റഅദ് എന്ന വാക്കിന്റെ മറ്റൊരു പദം സ്വായിഖത്ത്, സവായിഖ് ശബ്ദത്തോടു കൂടിയുള്ള ഇടിമുഴക്കത്തിനാണ് അത് പറയാ, ഇടിനാദം. അപ്പൊ മിനസ്സവാഇഖി യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം അവരുടെ ചെവികളിലേക്ക് ഇടിമുഴക്കത്താൽ വിരലുകൾ അവർ തിരുകുന്നു. കാരണം എന്താ? ഹദറൽ മൗത്ത് മരണഭയത്താൽ, മരണഭയത്താൽ.
വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അള്ളാഹു ഈ കപടവിശ്വാസികളെ ഇവിടെ ഈ ഉപമ പറഞ്ഞിട്ട് അവരെക്കുറിച്ച് പറയാ കാഫിറുകളാണെന്ന്. അവിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു മുഹീത്താണ്. മുഹീത്ത് എന്ന് പറഞ്ഞാൽ അഹാത്വ, വലയം ചെയ്തിരിക്കുന്നു എന്നാ. വലയം ചെയ്തു എന്നുള്ള വാക്ക് ഒന്നുകിൽ അവരെക്കുറിച്ച് അതിസൂക്ഷ്മമായി അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അഹാത്വ ബി, അതിസൂക്ഷ്മമായി അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത വണ്ണം അള്ളാഹു അവരെ പിന്നെ ചുറ്റും പൊതിഞ്ഞിരിക്കുന്നു. അവരുടെ കൂടെ തന്നെ ഉണ്ട്, പിടി വിടൂല അള്ളാഹു സുബ്ഹാനഹു വ തആല, വെറുതെ വിടൂല. ആ അർത്ഥത്തിലാണ് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പേമാരിയെ പോലെ എന്ന് പറഞ്ഞു. പേമാരി ഉപകാരപ്രദമായ ഒന്നാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള സത്യസന്ദേശമാകുന്നു ആ പേമാരിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള സത്യസന്ദേശം, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വയ്യിബായിക്കൊണ്ടാണ് അടുത്തതായിട്ട് ഉപമിച്ചത്. എന്നുള്ള പറയാണ് ഫീഹി ളുലുമാതും വറഅദും വബർഖുൻ. ആ സത്യസന്ദേശത്തിൽ ളുലുമാത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നറിയോ? ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതില് അവരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടാണെന്ന് തോന്നുന്ന, അഥവാ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ് അവിടുത്തെ വിവക്ഷ. അള്ളാഹു നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങൾ, അത് അവർക്കെന്താണ്, അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രയാസമുള്ളതാണ്. ആ പ്രയാസകരമായത് അവരനുഭവിക്കുന്ന ആ ട്യൂണിലാണ് അള്ളാഹു പറയുന്നത് ദുലുമാത്താണെന്ന്, ഇരുട്ടുകളാണെന്ന്. അവ ആ തരത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ സത്യസന്ദേശത്തിലുണ്ട്. അതേപോലെ തന്നെ റഅദുണ്ട്, ബർഖുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്, സന്തോഷ വാർത്തകളുമുണ്ട്. റഅദ് മുന്നറിയിപ്പാണ്, ഇടിനാദം ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ സത്യസന്ദേശത്തിൽ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ അല്ലെങ്കിൽ ഹിദായത്ത് ആയിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചത് എന്താണോ അതിൽ എന്തുണ്ട്, നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ട്. അത് ഈ കപടവിശ്വാസികൾക്ക് ലുലുമാത്തായതുകൊണ്ട് അള്ളാഹു ആ പേര് പറഞ്ഞു. പിന്നെ റഅദ് ഉണ്ട്, അതിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളും താക്കീതുകളുമുണ്ട്. പിന്നെ ബർക്കുണ്ട്. എന്താ ബർക്ക്? അവർക്ക് സന്തോഷം അറിയിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളതാകുന്നു അത്. പക്ഷെ അവരത് സ്വീകരിക്കണില്ല. സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാ? സ്വീകരിക്കാത്ത അവരുടെ അവസ്ഥ എന്താണ്? യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ് സ്വവാഇഖ്. ആ സ്വവാഇഖ് അതായത് റഅദിന്റെ മറ്റൊരു പദമാണല്ലോ സ്വവാഇഖ്, മുന്നറിയിപ്പുകളാണ്. ഈ മുന്നറിയിപ്പുകൾ, ഇടിനാദങ്ങൾ മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പുകൾ അവർക്ക് സഹിക്കാൻ പറ്റണില്ല. മുന്നറിയിപ്പ് കേട്ടിട്ട് നരകത്തെക്കുറിച്ച് ശിക്ഷ ഉണ്ടാകും, അതേപോലെ ശിക്ഷയുടെ വിവിധ മുഖങ്ങളുണ്ടാകും, വിവിധ അവസ്ഥകളുണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അവർക്ക് അസഹനീയത തോന്നുകയാണ്. ആ അസഹനീയത നിമിത്തം അവർക്കത് കേൾക്കാൻ പോലും സന്നദ്ധരല്ലാതെ അവരെന്ത് ചെയ്യുന്നു? യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം. നോക്കൂ നിങ്ങൾ, ഇതാണ് അവസ്ഥ. അവർക്ക് മരണഭയം. മുന്നറിയിപ്പുകൾ പലതുണ്ടാകും. അതിൽ ചില മുന്നറിയിപ്പുകൾ ഭൗതികമായി തന്നെ അവര് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മുന്നറിയിപ്പുകളായിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് പറയുമ്പോൾ യുദ്ധത്തിന് പുറപ്പെടണം. അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന് ആയത്തിറക്കുമ്പോൾ ആ ആയത്ത് ഓതി കേൾപ്പിക്കുമ്പം അതിൽ പുറപ്പെടാനുള്ള ഒരു താക്കീതും മുന്നറിയിപ്പും അതിനെക്കുറിച്ചുള്ള അറിയിപ്പൊക്കെ ആയിരിക്കും അത്. പക്ഷേ ഇവർക്ക് അവിടെ ഇടപെടാൻ മരണഭയാണ് ഈ കപടവിശ്വാസികൾക്ക്. ഇനി ഇതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും മരിക്കാൻ ഇത്രമേൽ ഭയമുള്ള, പേടിയുള്ള ഒരു വിഭാഗം ജൂതന്മാരെ പോലെ, കപടവിശ്വാസികളെപ്പോലെ വേറൊരു വർഗം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്നർത്ഥം. അവ മരണഭയത്താൽ, മരിക്കാനുള്ള പേടിയാൽ, ആ പേടി എന്താണ്? ഈ മുന്നറിയിപ്പുകൾ അസഹനീയത തോന്നിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ കുറിച്ചുള്ള ആ മുന്നറിയിപ്പ് വെച്ചിട്ട് നാളെ പരലോകത്തേക്ക് എത്തുമ്പോണ്ടാകുന്ന അവസ്ഥ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ ഇത് ഏറ്റെടുക്കാനും കഴിയണില്ല, എന്നിട്ട് മരിക്കോന്നുള്ള പേടിയാൽ അവർ അസഹനീയത നിമിത്തം എന്ത് ചെയ്യുന്നു? യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം. ഉപമ വല്ലാത്ത ഉപമയാണ്. അള്ളാഹു പറയാൻ രക്ഷപ്പെടാൻ കഴിയില്ല അവർക്ക്. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അള്ളാഹു ഈ അവിശ്വാസികളെ വലയം ചെയ്തിരിക്കുന്നു. അവരുടെ ചുറ്റുമുണ്ട്, അവരുടെ കൂടെയുണ്ട്, അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഉപമയും നമുക്ക് വ്യക്തത വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഹാത്വ ആ വാക്കാണ്. പിന്നെ അടുത്തത്
അടുത്ത ആയത്തിലെ വാക്കുകളാണിത്. ആവശ്യത്തിന് ഞാൻ വരാട്ടോ അതിലേക്ക്. യകാദുൽ ബർഖു യഖ്തഫു അബ്സ്വാറഹും, യകാദുൽ ബർഖു യഖ്തഫു അബ്സ്വാറഹും. പിന്നെ കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമു വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സ്വാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. യകാദുൽ ബർഖു, അതിനെ മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്തി തന്നെ കേട്ടോ. യകാദുൽ ബർഖു യഖ്തഫു അബ്സ്വാറഹു. ആ ബർക്ക് ആകാറായിട്ടുണ്ട്. കാദ യക്കാദു ആകാറായി, യക്കാദു ആകാറാകും. യക്കാദുൽ ബർഖു ആ മിന്നൽ അത് ആകാറാകും. യഖ്തഫു അബ്സ്വാറഹും അവരുടെ കണ്ണുകളെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുന്ന അവസ്ഥയാകാറാകും. ബാക്കി വായിച്ച മനസ്സിലാവും. കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി, കുല്ലമാ അദാഅ ലഹും, കുല്ലമാ അദാഅ ലഹും പ്രകാശിക്കുമ്പോഴൊക്കെ, അവർക്ക് പ്രകാശം നൽകുമ്പോഴൊക്കെ എന്നർത്ഥം. അദാഅ എന്ന് പറഞ്ഞാൽ പ്രകാശം നൽകിന. അദാഅ ലഹും അവർക്ക് പ്രകാശം നൽകുമ്പോഴൊക്കെ, കുല്ലമാ അദാഅ ലഹും അവരുടെ കാര്യത്തിൽ പ്രകാശം നൽകുമ്പോഴൊക്കെ, മശൗ ഫീഹി ആ പ്രകാശത്തിലൂടെ അവർ നടക്കും, പ്രകാശം നടക്കും. വഇദാ അദ്ലമ അലൈഹിം ഖാമു, വഇദാ അദ്ലമ അലൈഹിം അവരുടെ കാര്യത്തിൽ ഇരുട്ടായാലോ, അദ്ലമ എന്ന ഇരുട്ട് മൂടി എന്നർത്ഥം. അദ്ലമ, വഇദാ അദ്ലമ അലൈഹിം അവരുടെ മേൽ, അവരുടെ കാര്യത്തിൽ ഇരുട്ട് മൂടിയാൽ, ഖാമു അവർ നിൽക്കും, മുന്നോട്ട് പോകാൻ കഴിയില്ല, നിന്നു പോകും. വലൗ ശാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലദഹബ ബിസംഇഹിം വഅബ്സ്വാരിഹിം അവരുടെ കേൾവിയും കാഴ്ചയും തന്നെ നശിപ്പിച്ചു കളയും, നീക്കിക്കളയും. ലദഹബ ബി കൊണ്ടുപോകും, ഇല്ലാതെയാക്കി കളയും, നശിപ്പിച്ചു കളയും, പോക്കിക്കളയും എന്നർത്ഥം. ലദഹബ പോക്കിക്കളയും. ബിസംഇഹിം അവരുടെ കേൾവികളെ, വഅബ്സ്വാരിഹിം കാഴ്ചകളെ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്? യകാദുൽ ബർഖു യഖ്തഫു അബ്സ്വാറഹും അതിലുള്ള വാക്കുകൾ ഖതിഫ യഖ്തഫു, ഖതിഫ യഖ്തഫു ആണ് ഒരു വാക്ക്, റാഞ്ചി എടുക്കുക എന്നർത്ഥം. ഖതിഫ യഖ്തഫു റാഞ്ചി എടുക്കുക. അദാഅ പ്രകാശം നൽകി. പിന്നെ ദഹബ എന്നുള്ള വാക്ക് ഇവിടെ പ്രയോഗിച്ചത് നശിപ്പിച്ചു എന്നർത്ഥത്തിലാണ്. പോക്കിക്കളഞ്ഞു, ഇല്ലാതെയാക്കി കളഞ്ഞു. ഖദീർ കഴിവുള്ളവൻ. ബാക്കിയൊക്കെ അതിന്റെ മഷാ എന്ന് പറഞ്ഞാൽ നടന്നു, ഷാ ഉദ്ദേശിച്ചു. മുഹീത്ത് വലയം ചെയ്യുന്നവൻ, അഹാത്ത യുഹീത്തു മുമ്പത്തെ ആയത്തിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ യകാദുൽ ബർഖു യഖ്തഫു അബ്സ്വാറഹും അവരുടെ കാഴ്ചകളെ മിന്നൽ റാഞ്ചി എടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ഖുർആൻ, അതായത് നല്ല കഠിനമായ മിന്നൽ ഉണ്ടാകുമ്പോൾ കണ്ണിന്റെ തന്നെ ആ കാഴ്ചകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ കണ്ണിലേക്ക് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അത്രമേൽ അസഹനീയ തോന്നിപ്പോകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ കുറിച്ചാണ് ഉപമിച്ചത്. അവർക്ക് പരിചയമുള്ള, എല്ലാവർക്കും പരിചയമുള്ള ആ ഉപമ വെച്ചുകൊണ്ട്, ആ ഉദാഹരണം വെച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ സന്ദേശം സ്വീകരിക്കാൻ കഴിയാതെ, ആ സന്തോഷ വാർത്തകൾ, അതേപോലെ തന്നെ അറിയിപ്പുകൾ, അതിനൊക്കെ വേണ്ടി അധ്വാനിക്കണമല്ലോ. പക്ഷെ അതൊക്കെയും അതിലേക്കൊന്നും നോക്കാൻ കഴിയാതെ, എന്നാലോ അതിലുള്ളതാവട്ടെ അവർക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിലേക്കൊന്നും നോക്കാനോ അറിയാനോ സാധിക്കാത്ത വണ്ണം കാഴ്ചകൾ ആ റാഞ്ചിപ്പോകുന്ന അവസ്ഥ, അത് പിന്നെ കാഴ്ചകൾ അതിലേക്ക് പിന്നെ ഒന്ന് കാഴ്ച കൊടുക്കാൻ, കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. എന്നാലോ കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി, അത് വല്ലാത്തൊരു വാക്കാ. കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി, ഈ കൂരാക്കൂരിരുട്ടത്ത് അവർക്ക് മിന്നലിന്റെ പ്രകാശം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് നടക്കാമെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ എന്താ അറിയോ? ഈ മതം, ദീന്റെ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ ഇങ്ങനെ വായിക്കുകയോ എവിടെയെങ്കിലും കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരമുള്ളത് കാണുകയാണെങ്കിൽ അപ്പം എന്തെയ്യും? നാ ഒന്ന് കൂടെ പോകാം എന്ന് വിചാരിക്കുന്നു. അതിനാണ് ഉപമ. കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി, അവർക്ക് ഗുണം കിട്ടുന്നത് ആ പ്രകാശം, പിന്നെ അവർക്ക് മുൻപിലേക്ക് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ, മിന്നലിന്റെ പ്രകാശം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പം എന്നാൽ കൂടെ വരാം
മശൗഫിഹി അതിന്റെ കൂടെ ഉണ്ടാവും, അതിലൂടെ അവർ നടക്കും. എന്നാലോ ഇദാ അദ്ലമ അലൈഹിം ഖാമൂ, അദ്ലമ കൊണ്ട് ഉദ്ദേശം ഇരുട്ടായാൽ, മിന്നൽ നിന്നിട്ട് ഇരുട്ടായാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ, അപ്പൊ നിന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഉദ്ദേശിച്ചത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ അത് നിലച്ചു പോയാൽ, അതാണ് അദ്ലമ അലൈഹിം, അവരുടെ കാര്യത്തിൽ ആ ഗുണഗണങ്ങൾ നിലച്ചു പോയാൽ എന്നതിനെ ഉപമിച്ചതാണ് ഇവിടെ ഇരുട്ടായാൽ എന്ന്. അപ്പം എന്ത് ചെയ്യും? പിന്നെ അവർ മുന്നോട്ടുണ്ടാവില്ല, കാമു, അവരുടെ നിൽക്കും ഇവിടെ. ഇതാണ് വിശ്വാസികളുടെ അവസ്ഥ. അല്ലാഹ് പറയാ വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സ്വാരിഹിം, ഒന്നും കാണാനോ കേൾക്കാനോ കഴിയാത്ത വണ്ണം അള്ളാഹു ഉദ്ദേശിച്ചാൽ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചാല് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇവിടെ വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സ്വാരിഹിം എന്ന് പറഞ്ഞതേ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും അവരിലേക്ക് കിട്ടിയിട്ടുള്ള ആ പ്രകാശത്തെ കെടുത്തി കളഞ്ഞിട്ടില്ല. അവരുദ്ദേശിക്കുകയാണെങ്കിൽ, അവർ താല്പര്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിലേക്ക് ആ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ അവസ്ഥയിലൂടെ തന്നെ മുന്നോട്ട് പോയി മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അഥവാ പിന്നെ ഫഹും ലാ യർജിഊൻ എന്നൊക്കെ പറഞ്ഞല്ലോ, തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം ആയി തീരണ്ടട്ടോ. സുമ്മും ബുക്കുമും ഒമ്മുയായിട്ട് ഒന്നും കേൾക്കാനും ഒന്നും കാണാനും ഒന്നിനെക്കുറിച്ചും പറയാനും അറിയാനും ഒന്നും ശ്രമിക്കാതെ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് തിരിച്ചു വരവിന് സാധിക്കാത്ത വണ്ണം ആകണ്ട കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സ്വാരിഹിം. പ്രിയപ്പെട്ടവരെ, ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളിലേക്ക് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിക്കണം. പ്രധാനമായും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഭാഗങ്ങൾ ഒന്ന്, നമ്മൾ മതത്തിന്റെ, ദീനിന്റെ, മുസ്ലിമായി, മുഅ്മിനായി, ഇസ്ലാമികമായ ജീവിതം ജീവിക്കുന്ന ആളുകളാണ്. ആത്യന്തികമായി പരലോകം എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കണം ഇസ്ലാമിക ജീവിതത്തിന്റെ താല്പര്യം. ഇപ്പോ ഒരു മഹലിന്റെ ഭാഗമാവാം, ഇനി അതല്ലെങ്കിൽ പിന്നെ മഹലിന്റെ ഭാഗമല്ലെങ്കിൽ ഇനി ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഒരു സംഘത്തിന്റെ, ഒരു സംഘടനയുടെ ഭാഗമാകാം. അവിടെയൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറെ പാഠങ്ങൾ നൽകിയിട്ടുള്ള ഒന്നാണിത്. അതിൽ നിന്നൊക്കെ ഒരു മഹല്ലത്തിൽ നിന്ന്, ഒരു പ്രദേശത്ത് നിന്ന്, ഒരു മഹല്ല് സംവിധാനത്തിൽ നിന്ന് ഗുണം കിട്ടുമെങ്കിൽ, ഗുണപരമായ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഉണ്ട്, നമ്മൾ അവിടെ സജീവമാണ്. കിട്ടൂല എന്നാണെങ്കിലോ പിന്നെ ആ വഴിക്കില്ല. ഈ ഒരു അവസ്ഥ മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ നമുക്കുണ്ടായത്. കാരണം അത് കപട വിശ്വാസികളുടെ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായി ഓർക്കുകയും കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുകയും ചെയ്യുക. ഈ ഉപമകൾ വളരെയേറെ ഇനിയും പഠിക്കാൻ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം മസലുഹും കമസലി എന്നുള്ള വാക്കും മസൽ എന്നുള്ള വാക്കും സൂചിപ്പിക്കുന്നത് ആ അർത്ഥത്തിലാകുന്നു. ഗംഭീരമായ ഉപമയാകുന്നു. ആ ഉപമക്ക് വിശദീകരണങ്ങൾ അവസാനിക്കുന്നില്ല. ജീവിതത്തിൽ അതിന് വിശദീകരണങ്ങളുണ്ട്. അവ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. അത് ശ്രമിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിക്കൊണ്ട് സാധിക്കുകയും ചെയ്യുക എന്നതാകുന്നു പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വന്നു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇനി ആ വിഷയത്തിൽ നോക്കൂ, നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരു ഹദീസ് കൂടി ചേർത്ത് വെക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ മസലി വ മസലുന്നാസ്, എന്റെയും മനുഷ്യന്മാരായ മറ്റുള്ള ആളുകളുടെയും ഒക്കെ ഉപമ എന്താണെന്നറിയോ? കമസലി റജുലിൻ ഔഖദ നാറ, തീ കത്തിച്ച ഒരുത്തന്റെ ഉപമ പോലെയാണ്. ഫലമ്മാ അദാഅത് മാ ഹൗലഹു, അയാളുടെ ചുറ്റും തീ കൊണ്ട് പ്രകാശമുണ്ടായപ്പോൾ ജഅലൽ ഫറാശു വഹാദിഹി ദവാബ്, ഈയാമ്പാറ്റകളും മറ്റു ജന്തുക്കളും ചെറിയ ചെറിയ ജീവികളും ജന്തുക്കളൊക്കെ എന്ത് ചെയ്തു? ആ തീയിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വന്നു. അല്ലത്തി തഖഉ ഫിന്നാർ, എന്നിട്ട് അവ ഇങ്ങനെ തീയിലേക്ക് വന്നിങ്ങനെ വീഴാണ്.
യഖഅന ഫീഹ, അതിലേക്ക് വന്നിങ്ങനെ വീഴുന്നു. ഫജഅല യൻസിഉഹുന്ന, തീ കത്തിച്ച ആളെന്ത് ചെയ്യുന്നു? ആ തീയിന്റെ അടുക്കൽ നിന്ന് ജന്തുക്കള്, ആ ജീവജാലങ്ങള്, ആ ഈയാമ്പാറ്റകളുടെ ചിറക് കരിഞ്ഞു പോകരുത്, അവയുടെ കാലുകൾക്ക് പരിക്കേൽക്കരുത്, അവർക്ക് പൊള്ളലേൽക്കരുത്, അവ നശിക്കരുത്, അവ ചാകരുത് എന്നുള്ള നിലക്ക് ആ തീയിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര ആട്ടിയിട്ടും പക്ഷേ ഈ ആട്ടി ഓടിച്ചിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഇവ എന്ത് ചെയ്യുന്നു? ഈ തീയിലേക്ക് തന്നെ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെയാണ് ഞാനും ജനങ്ങളും തമ്മിലുള്ള ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂൽ പറയുന്നത് അറിയോ? ഞാൻ നിങ്ങൾ ആ തീയിലേക്ക് ചാടിപ്പോകാതിരിക്കാൻ, നരകത്തിലേക്ക് വീഴുപോകാതിരിക്കാൻ നിങ്ങളുടെ ഊരക്കിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ, അത്രമേൽ നരകാവകാശികളാകാതിരിക്കാൻ, ജനങ്ങളിൽ ഒരാൾ പോലും നരകാവകാശികളാകാതിരിക്കാൻ റസൂലുള്ളാഹിക്ക് അത്രമേൽ താല്പര്യമുണ്ട്. അതാണ്. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? കുതറിച്ചാടി ആ ഈയാമ്പാറ്റകളെ പോലെ അതിൽ നിന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ അവഗണിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ചാടുന്ന ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആയിത്തീരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. ഇതേ ഒരു അവസ്ഥയുടെ ഉപമ തന്നെയാകുന്നു കപടവിശ്വാസികളുടെ കാര്യത്തിൽ. ഭൗതികമായിക്കൊണ്ട് ഭൗതികതയിൽ മാത്രം അഭിരമിച്ച് കഴിഞ്ഞുകൂടിയപ്പോൾ ആയിത്തീർന്നിട്ടുള്ളത്, ദുനിയാവിന് വേണ്ടി മാത്രം മതത്തെ നോക്കിക്കണ്ടപ്പോൾ ആ അവസ്ഥയിൽ കാപ്പഡ്യത്തിന്റെ സന്താനങ്ങളായിട്ട് അവർ മാറി. ആ ഉപമയാകുന്നു അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. തിരിച്ചുവരവിനുള്ള സാധ്യതയും അള്ളാഹു തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം എന്നുള്ള വാക്ക് അവിടെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ തിരിച്ചുവരവ് കഴിയില്ലട്ടോ എന്നുള്ള ഒരു വാക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൗ ഇവിടെ ബാക്കിയുണ്ട്. ആ ദൗ ചേർത്ത് പിടിക്കാൻ ഭൗതികതയുടെ എല്ലാ വിധത്തിലുള്ള ആർത്തി പൂണ്ട മനസ്സിനെയും മാറ്റിവെച്ചുകൊണ്ട് പരലോകം എന്നുള്ള ലക്ഷ്യത്തെ പരമപ്രധാനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിന് പരിശുദ്ധ ഖുർആൻ നമുക്കൊരു വലിയ പാഠമാകുന്നു. ഖുർആനുമായി കൊണ്ട് അടുക്കും തോറും, വീണ്ടും വായിക്കും തോറും കൂടുതൽ ആശയങ്ങൾ, അതിൽ നിന്നുള്ള മുത്തുകൾ, പവിഴങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത വെളിച്ചം നൽകും. ആ വെളിച്ചത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗമായിരിക്കും അവിടെ നമുക്ക് എത്തിപ്പിടിക്കാനുണ്ടാകുന്നത്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം, അതിനായിരിക്കട്ടെ നമ്മുടെ യാത്ര, അതിനായിരിക്കട്ടെ നമ്മുടെ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുത്തുറ്റ ഈമാനിന്റെ ഉടമകളായി ജീവിച്ച്, സത്യവിശ്വാസികളായി ജീവിച്ച്, ഈമാനോടുകൂടി മരണം വരിക്കാനുള്ള അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദാക്കി മരണപ്പെട്ടു പോകാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണഭയം ഒട്ടും ഇല്ലാത്തവണ്ണം ജീവിക്കാൻ അതിനനിവാര്യമായിട്ടുള്ളത് സഹോദരങ്ങളെ, ഇന്ന് മരിച്ചാൽ എനിക്ക് ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും വലിയ കാരുണ്യം കൊണ്ടും പിന്നെ ഞാൻ ചെയ്ത എൻ്റെ ആരാധനകളും എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധി കൊണ്ടും എനിക്ക് നന്മയോടുകൂടി ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറം അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ള ആ ഉറപ്പോടുകൂടി ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ സാധിക്കുക. അപ്പൊ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ആദിയും പേടിയും ഭയപ്പാടൊന്നും ഉണ്ടാവൂല. അവിടെ പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു വിളിക്കുന്നത് ഈ അസമാധാനത്തിന്റെ വീട്ടിൽ നിന്ന് സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ് എന്നുള്ള ആ ഒരു ഉത്തമമായ പ്രതീക്ഷ നമ്മുടെ മനസ്സുകളിൽ നിറച്ചു പിടിക്കാൻ സാധിക്കും. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് കരുത്തുറ്റ ഈമാൻ നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥ, വന്നു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ഖുർആൻ പഠിതാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ എല്ലാവരെയും രോഗങ്ങൾക്ക് ശമനം നൽകി നാഥ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, പലരോടും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിൽ പലരുടെ പേരുകളും മറന്നുപോയിട്ടുണ്ടാകാം ഞങ്ങളിൽ പലരും. എന്നാലോ ഞങ്ങളോട് പറഞ്ഞവരെ കുറിച്ച് നീ മറന്നിട്ടില്ല, ഞങ്ങൾ ഏറ്റെടുത്തവരെ കുറിച്ചും നീ മറന്നിട്ടില്ല. നാഥ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ പ്രയാസങ്ങളെയും കെട്ടടിച്ചു കൊടുക്കാൻ സാധിക്കുന്നവൻ നീ മാത്രമാണ്.
കെട്ടിക്കൊടുക്കുകൾ അഴിച്ചു കൊടുക്കണമേ നാഥ. നീ അനുഗ്രഹിക്കണമേ റബ്ബേ, നീ ശമനം നൽകണമേ റബ്ബേ. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങളുടെ കൈകൾ, പാപികളായ ഞങ്ങളുടെ കൈകൾ ഇസ്തിഗ്ഫാറോടു കൂടി തൗബയോടുകൂടി നിന്നിലേക്ക് നീട്ടുമ്പോൾ നീ ഞങ്ങളെ വട്ടപൂജ്യമായി ഞങ്ങളുടെ കൈകളെ തിരിച്ചയക്കല്ല റബ്ബേ. പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين سبحانك اللهم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. Okay.